ഈ നമുക്കറിയാം ട്രംപ് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞു അമേരിക്കൻ സേന ഇൻ്റർവീൻ ചെയ്യണം. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഈ സമ്മിറ്റ് എന്ന് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു സീസ് ഫയർ എന്ന് പറയുന്നത് ഈ ഹോസ്റ്റേജസിനെ തിരിച്ചു കിട്ടുക, അതേപോലെ കുറച്ചും കൂടെ സമയം ഇസ്രായേലിന് വേണം. പിന്നെ അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ബേസ് ഈ ജനസൈഡ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് മാറ്റിയെടുക്കണം. അപ്പം ഇതൊക്കെ ഒരു ഇമേജ് മേക്കിങ്ങിൻ്റെ പ്രോസസ്സായിട്ടല്ലേ കാണാൻ പറ്റത്തുള്ളൂ? തീർച്ചയായും അതിനെ അങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു പീസ് ഡീൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഈജിപ്തിൽ നടന്നത് ഒരു ടോക്ക് ഷോ എന്ന് നമുക്ക് അങ്ങനെ ഇതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം വെച്ചാല് ഇവിടെ ശരിക്കും ഇവിടെ ആരാ സൈൻ ചെയ്തത്? ഇസ്രായേൽ എവിടെയും സൈൻ ചെയ്തിട്ടുണ്ടോ? ഇസ്രായേൽ സൈൻ ചെയ്തിട്ടില്ല. ഇത് സത്യത്തിൽ അവിടെ ആ പീസ് ഡീൽ എന്ന് പറയുന്നത് ഇത് ഒരു തട്ടിപ്പ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന എന്താ നമ്മുടെ നാട്ടിൽ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ഒരു കുതന്ത്രം. ഇത്രയുള്ള സംഭവം. ഇത് ഒരിക്കലും ഒരു പീസ് ഡീൽ അല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നാടകീയമായ വെടിനിർത്തൽ മാത്രമാണത്. അല്ലാതെ ഇതിനകത്തൊരു പീസ് ഡീൽ വരില്ല ഒരിക്കലും. പീസ് ഡീൽ അത് ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ ടു ഇസ്രായേൽ unless and until